ഹലോ, ഞാൻ മാത്യുയുടെ കാട്ടാണ്. ഈ കാണുന്ന മരവും ഇതിലെ കായകളും നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. പണ്ട് കാലത്ത് നമ്മൾ വീടുകളിലെല്ലാം കൊണ്ടുപോയി വെക്കുകയും അത് നട്ട് കഴിഞ്ഞതിന് ശേഷം കായൊക്കെ ഉണ്ടായപ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെട്ടത് മനസ്സിലായത് ഒറിജിനൽ അത്തിയല്ല, ഇത് കാട്ടത്തിയായിരുന്നു എന്നെല്ലാം. ഇതിന് ഇംഗ്ലീഷിൽ ഫിഗ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് കാലത്ത് നമ്മളിതൊക്കെ ഇഷ്ടം പോലെ നമ്മളെ തോട്ടത്തിലും മുറ്റത്തും എല്ലാം കൊണ്ടുവച്ച് പിന്നീടത് വെട്ടിമാറ്റി കളയുന്നതാണ്. എന്നാൽ ഇന്ന് പലരും അതൊരു ഓർണമെൻ്റൽ പ്ലാന്റും അതുപോലെ തന്നെ ഒരു തണൽ വൃക്ഷവുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നല്ല പഴുത്ത കായകൾ എടുത്തിട്ട് കുറച്ച് തണുത്ത പാലും ചേർത്ത് നമുക്ക് ഐസ്ക്രീം അതുപോലെ തന്നെ ബൂസ്റ്റ് ഇതെല്ലാം ചേർത്ത് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം. ഇത് കഴിച്ച ആളുകളും കഴിക്കാത്ത ആളുകളും ഒക്കെ ഇഷ്ടംപോലെ നാടുകളിലുണ്ട്. ഇത് കഴിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇങ്ങനെയൊരു ജ്യൂസ് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കി അതിൻ്റെ ടേസ്റ്റും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇത് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. അത് നമ്മുടെ ചിക്കുവിനോടൊക്കെ സമാനമായിട്ടുള്ള, കാരണം ഇതിന് കുറച്ച് കറയെല്ലാം ഉണ്ട്. ഇത് ഗ്ലാസ്സിൽ കറയെല്ലാം ആയതിനു ശേഷം എന്നോടൊന്നും പറയേണ്ട കേട്ടോ. അതെല്ലാം നിങ്ങൾ തന്നെ തീരുമാനിക്കുക വേണോ വേണ്ടിയോ.